മലരിപ്പൂമഞ്ഞിന്റെ കുളിർവേളയിൽ മധു തൂകും മലർച്ചൂടും ശുഭവേളയിൽ മമനാമമായി മനതാരിലുണരുന്ന ശ്രീയേശുനാഥ ശ്രീയേശുനാഥ നിന്നാമം ധന്യം നിന്നാമം ധന്യം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 31 6 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ വഹിക്കുന്നു, ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. വചനം നമ്മളെ കേൾപ്പിക്കുന്നത് മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ വഹിക്കുന്നു, ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ദൈവത്തോട് ഉള്ള ആശ്രയത്തിൻ്റെ ബലം, ആ ദൈവത്തോടുള്ള ഭക്തിയുടെ ബലം, അതെല്ലാമാണ് നമ്മളിവിടെ ഈ വാക്യത്തിൽ കാണുന്നത്. ഈ ദൈവത്തിൻ്റെ സ്നേഹവും ഈ ദൈവത്തിൻ്റെ മഹത്വവും അനുഭവിച്ച് കണ്ടറിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഹല്ലേലൂയ സ്തോത്രം ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ വഹിക്കുന്നു, ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ സങ്കടം അറിയുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം അറിയുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. എന്നാലും നമ്മൾ ആരെയൊക്കെ ആശ്രയിച്ചാലും ദൈവമക്കളെ, നമുക്ക് അന്ത്യം വരെ നമ്മളെ കരുതും നോക്കും എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ചിലരുടെ നിര്യാണ നിമിത്തമോ അതല്ലെങ്കിൽ വലിയ ഒരു രോഗാവസ്ഥയിലോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തമോ നമ്മൾ ആശ്രയിച്ചവരൊക്കെ നമ്മളെ മനഃപൂർവ്വം അല്ലെങ്കിലും ഒഴിഞ്ഞു പോകുന്ന സമയമുണ്ടാകും. എന്നാൽ മനഃപൂർവ്വമായിട്ട് കൈവിടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പോഴ് ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഏതൊരു വ്യക്തിക്കും പറയാൻ പറ്റും, ദൈവമക്കളെ, ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ സങ്കടം അറിയുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ എൻ്റെ സന്തോഷവും എൻ്റെ സമാധാനവും അതിലാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ വിശ്വാസികളെല്ലാവരും അറിയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവം, നമ്മുടെ കഷ്ടതയുടെ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം, മാറാത്തവനായി നിൽക്കുന്ന ദൈവം, എപ്പോഴും നമ്മളെ കരുതുന്ന ദൈവം. ആ കരുതൽ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആത്മസന്തോഷം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്തുന്നവരെ, അവർക്ക് മുമ്പിൽ നമ്മൾ മാറി നിൽക്കുമ്പോഴും ചേർക്കാൻ ഒരു നിമിഷം അവർ വന്നാലും എന്തിനാണ് എന്നെ മാറ്റി നിർത്തിയെന്ന് ചോദിക്കാതെ, ആമേൻ, ഹല്ലേലൂയ സ്തോത്രം, നമുക്കപ്പോഴും അവരെ കരുതാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വാത്സല്യം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട്, ഈ ദൈവത്തിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചത് കൊണ്ട്, ഈ ദൈവസ്നേഹം നമ്മൾ പ്രഘോഷിക്കുന്നത് കൊണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നത് കൊണ്ട്, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, ദൈവമക്കളെ, നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഉപാധികളും കൂടാതെ എല്ലാവരെയും കരുതേണ്ട പോലെ കരുതാനും കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മസന്തോഷം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. നമ്മളൊക്കെ മിസ്രൈം ദേശത്ത് ആയിരുന്ന അനുഭവത്തിൽ നിന്ന് ആമേൻ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ച ദൈവം നമ്മുടെ കൂടെയാണ്. വിളിച്ചിറക്കി കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനായി കൂടെയുള്ളതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് നമ്മളെ വചനഭാഗത്തിലേക്കൊക്കെ നോക്കിയാൽ പുറപ്പാട് പുസ്തകത്തിൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന ദിവസത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1-ാം മാസം 21-ാം തീയതി ഒരു വിടുതലിൻ്റെ ദിവസമാണ്. 1-ാം മാസം 21-ാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ 12-ാം അധ്യായം തന്നെ മുഴുവനായിട്ടും നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. അത് 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം, നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം, തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം എന്ന് കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നു. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. ഇങ്ങനെ നമ്മളെ വചനം
കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മളെ കേൾപ്പിക്കുകയാണ്, 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം 21-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത് എന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. ദൈവമക്കളെ, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായി വിടുവിച്ച് കൊണ്ടുവന്ന ആ നാളിനെ കുറിച്ച് നമ്മളിവിടെ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ. ഈ ദിവസത്തിന്റെ പ്രത്യേകതയിൽ 1-ാം മാസം 21-ാം തീയതി, ആമേൻ. ഇന്ന് ഈ ദിവസം തലമുറയായി നിത്യനിയമമായി നമ്മളിത് ആചരിക്കണമെന്ന് പറയുമ്പോൾ യഹോവ പറഞ്ഞ ആ വാക്യങ്ങളെ ഈ സമയത്ത് ഓർത്തുകൊണ്ടും ഞാൻ ദൈവത്തോട് നന്ദി പറയാം. കാരണം എന്നെയും എൻ്റെ കുടുംബത്തെയും, ഹല്ലേലൂയ സ്തോത്രം, അത്ഭുതവും അതിശയമായിട്ട് എൻ്റെ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അടിയനെയും ചേർത്ത വൻകൃപയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വിടുതൽ പ്രാപിച്ച ദൈവമക്കളെ, നമുക്കിനി കർത്താവിന് വേണ്ടി അല്ലാതെ നമ്മുടെ ജീവിതം എന്താ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി മാത്രമായി നമ്മുടെ ജീവിതം മാറ്റിവെച്ചതാണ്. കാരണം നമ്മളൊക്കെ എവിടെയായിരുന്നോ അവിടെ നിന്ന് നമ്മളെ കൂട്ടി വരുത്തി ആ തിരുവചനത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിരുത്തി ആ ദൈവവചനത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം നമ്മളെയൊക്കെ ആക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്ര വലുതാ. എല്ലാവർക്കും വേണ്ടി ഇന്ന് ഞാൻ പറയട്ടെ, ഈ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ വിളിച്ച് വേർതിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തളർന്നു പോകാതെ, വിഷമിക്കാതെ, നമ്മുടെ ഏത് പ്രയാസങ്ങൾ വന്നാലും മനസ്സ് തളരരുത് ദൈവമക്കളെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കണം. ആമേ സ്തോത്രം. തളരാത്ത മനസ്സിന് മാത്രമേ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കർത്താവിന് വേണ്ടി. ആമേ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ തളർന്നിരിക്കുന്ന മനസ്സിനെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വം പുകഴ്ചയും എൻ്റെ കർത്താവ് അങ്ങെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഏത് മഹാകഷ്ടത്തിലിരുന്നു കൊണ്ടാണ് ഈ ശുശ്രൂഷ കൂടുന്നത്, അവിടേക്ക് കർത്താവെ ആ ദൈവ സാന്നിധ്യം നിൻ്റെ മക്കളുടെ മേൽ ഒന്ന് പകർന്ന് ദൈവം അനുഗ്രഹിക്കണമേ. ഈ കണ്ണിലെ കണ്ണുനീര് കർത്താവെ നീ മാറ്റി കൊടുക്കണമേ. എൻ്റെ കർത്താവെ, നീ കണ്ണുനീരിൻ്റെ ഉറവയെ തുടയ്ക്കുന്ന ദൈവമാണല്ലോ. സമാധാനം കൊടുക്കണേ. എന്തിനെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുന്നു ആ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തെന്ന് നിന്റെ മക്കൾക്ക് സാക്ഷ്യപ്പെടുത്താൻ തക്കവണ്ണം കർത്താവെ നന്മയ്ക്കായി ഒരടയാളം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവേ സ്തോത്രം.